പക്ഷെ ഷാബിൻ ഇപ്പോൾ ഉപയോഗിച്ച പെർഫ്യൂം ഈ 4 ട്രെൻഡിങ് പെർഫ്യൂം ആയിട്ട് എനിക്ക് തോന്നില്ല. ഇത് ട്രിക്സിൽ തന്നെ ലേബൽ 1 എന്ന പെർഫ്യൂം അല്ലേ? എങ്ങനെയാ ഇതിലേക്ക് എത്തിയത്? ഇതെങ്ങനെ വെച്ചാൽ ഞാൻ CR7 അന്വേഷിച്ച് വന്നതാണ് ട്രിക്സിലോട്ട്. അപ്പോൾ അവിടുത്തെ പെർഫ്യൂം കൺസൾട്ടൻ്റ് പറഞ്ഞു വേറെ നമ്മളെ പെർഫ്യൂംസ് ഉണ്ടോന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താരാണ് മൂപ്പരെനിക്ക് പറഞ്ഞെന്ന് മനസ്സിലാക്കിയതോളം എനിക്ക് മനസ്സിലായി ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലാന്ന്. പിന്നെ എനിക്ക് തന്നെ ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. ഇപ്പോൾ ഷാബിന്റെ കയ്യിൽ ഈ ഒരു ലേബൽ 1 മാത്രമേ ഉള്ളൂ? അതെ, ഈ ഒരു ലേബൽ 1 മാത്രം തന്നെ ഉള്ളൂ. എല്ലാ ഒക്കേഷനിലേക്കും ഈ പെർഫ്യൂംസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും. ഒരു സജഷൻ പറയട്ടെ, ശരിക്കും ഈ ഒരു ഒറ്റ പെർഫ്യൂം എല്ലായിടത്തും ഉപയോഗിക്കുന്നതിന് പകരം ഒക്കേഷനിൽ പെർഫ്യൂം യൂസ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പോൾ ഒക്കേഷനിൽ ഇപ്പോൾ വർക്കൗട്ട്, ജിം അതുപോലെ സംഭവങ്ങളിലേക്ക് ഒരു കാറ്റഗറി പെർഫ്യൂം, നിങ്ങൾ ഒഫീഷ്യലായി കോളേജോ അല്ലെങ്കിൽ മീറ്റിംഗ് പർപ്പസ് ആയിട്ട് ഒന്ന്, അതേപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് ഒന്ന്, അങ്ങനെ 3 പെർഫ്യൂംസ് എപ്പോഴും നിങ്ങൾ വാർഡ്രോബിൽ കീപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ സജഷൻ. ഇങ്ങനെ നമ്മൾ പെർഫ്യൂം വാങ്ങുമ്പോൾ നമുക്കിത് എക്സ്പെൻസീവ് ആവൂലേ? അതായത് എന്തായാലും ഒരു പെർഫ്യൂം വാങ്ങിക്കുന്നുണ്ടല്ലോ, ഈ 3 ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഡിഫറെൻറ്റ് ഒക്കേഷനിലേക്ക് ഡിഫറെൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഓരോ വേറെ തന്നെ കാറ്റഗറി ആയിട്ട് നമുക്ക് ഞങ്ങൾ കൺസൾട്ട് വന്ന് ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും ഏത് ഒക്കേഷനിലേക്ക് ഏതാണ് സൂട്ടബിൾ എന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ വെതറിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതോ? അത് ബേസിക്കലി ഇത് പെർഫ്യൂം വെയർ ചെയ്യേണ്ടത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ്. അതെ, ഇപ്പം നിങ്ങൾ ഒരു പെർഫ്യൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീരുന്ന വരെ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ശരിക്കും സമ്മറിൽ ഉപയോഗിച്ച പെർഫ്യൂം വിന്ററിലേക്ക് സൂട്ട് ആവില്ല. അത് എനിക്കൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ഒരു സമ്മറിലൊരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇപ്പോൾ മൺസൂൺ ആയല്ലോ, മൺസൂൺ ആയപ്പോൾ ഞാൻ ആ സമ്മറിൽ ഉപയോഗിച്ച ലാസ്റ്റിങ് അതായത് ആ ഒരു പ്രൊജക്ഷനോ ഇപ്പോൾ തീരെ കിട്ടൂല. കാരണം പെർഫ്യൂമിന് കുഴപ്പമില്ല, ക്ലൈമറ്റ് മാറി. അപ്പോൾ ഷാബിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ജെൻസി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരുടെ ഔട്ട്ഫിറ്റ്സ് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് പെർഫ്യൂമിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുന്നോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഗുഡ് സ്മെല്ലിനും കൊടുക്കണം. ബിക്കോസ് ഗുഡ് സ്മെൽ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ഈ ട്രെൻഡിങ് പെർഫ്യൂമിൻ്റെ പുറകെ പോവാതെ അതേ ബഡ്ജറ്റിന് നല്ല ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസും അവൈലബിൾ ആണ്. അത് ട്രിക്സിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ മറ്റ് സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ അവിടേക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ ഓൺ ഗുഡ് സ്മെൽ സ്പ്രെഡപ്പ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഷബിൻ ഫോർ യുവർ വാല്യുബിൾ ടൈം സ്പെൻഡിങ് വിത്ത് മീ. ഇതുപോലുള്ള പെർഫ്യൂം റിലേറ്റഡ് വീഡിയോയ്ക്ക് ഞങ്ങൾ ഫോളോ ചെയ്തോളൂ.